സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലർ കണ്ടപ്പം നമ്മൾ സ്കാർക്കിംഗ് ആയിരിക്കും മെയിൻ വില്ലൻ എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അതേസമയം നമ്മൾ സ്കാർക്കിങ്ങിന് പകരം മറ്റൊരു മോൺസ്റ്റർ തന്നെയായിരിക്കും ഈ ഒരു മൂവിയിൽ മെയിൻ വില്ലനായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു വില്ലൻ ഏത് വില്ലനാണ് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ നടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു വില്ലൻ്റെ പേര് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ടൈറ്റൻ ഷീമു എന്ന് തന്നെയാണ് ആ ഒരു വില്ലൻ്റെ പേര്. അപ്പോൾ നമ്മുടെ എർത്തിലെ ഏറ്റവും ആദ്യത്തെ മോൺസ്റ്ററാണ് ഈ ഒരു ടൈറ്റൻ ഷീമു എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്റർ. അപ്പോൾ ടൈറ്റൻ ഷീമുവിൻ്റെ ആ ഒരു പവേഴ്സും കാര്യങ്ങളുടെ എബിലിറ്റിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈറ്റൻ ഷീമുവിൻ്റെ എബിലിറ്റി ഈ ഒരു ഫ്രീസിങ് ആയിരിക്കും. അതായത് ഒരു ഐസിൻ്റെ ആ ഒരു പവർ ആയിരിക്കും. അതായത് ബാക്കിയുള്ള ആ ഒരു എന്ത് സാധനത്തിനെയും അഥവാ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെയൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി തന്നെയാണ് നമ്മുടെ ടൈറ്റൻ ഷീമു എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്ററിന് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൈറ്റൻ ഷിമു എങ്ങനെ ഇനി ഈ ഒരു മോൺസ്റ്റർവേഴ്സിലേക്ക് ഇൻവോൾവ് ആകും എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ഹിൻഡ് ഇതിന് മുന്നേ ഉള്ള മോൺസ്റ്റർവേഴ്സിലെ മൂവീസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗോഡ്സിലെ കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മൂവിക്ക് അത് നമ്മുടെ കിങ് കിഡോറ എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്ററിനെ കാണിക്കുന്ന ആ ഒരു ഫസ്റ്റ് ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോൺസ്റ്റർ ഒരു ഫ്രീസ് ആയിട്ട് ഇങ്ങനെ ഐസിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം മേ ബി നമ്മുടെ ഈ ഒരു കിങ് കിഡോറ ആണെങ്കിൽ ഫസ്റ്റ് ടൈം എർത്തിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ടൈറ്റൻ ഷീമു എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്ററുമായിട്ട് ഒരു ഫൈറ്റിൽ ഏർപ്പെട്ടേക്കാം. അതിനുശേഷം നമ്മുടെ ടൈറ്റൻ ഷീമു ആണെങ്കിൽ തൻ്റെ ആ ഒരു ഐസിൻ്റെ ആ ഒരു എബിലിറ്റിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഈ കിങ് കിഡോറേനെ ആണെങ്കിൽ ഐസിൽ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഈ ഒരു മൂവിക്കകത്ത് എങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൂവിയുടെ സിനോപ്സിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഥവാ ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ എന്ന് പറയുന്ന മൂവിയുടെ സിനോപ്സിസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ്സിലെ അതുപോലെ കോങ്ങും ഒരു മോൺസ്റ്ററിനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ എൻ്റയർ ആ ഒരു ഹ്യൂമൻ സിവിലൈസേഷന് ഒരു ഡേഞ്ചറായിട്ട് വരാൻ പോകുന്ന ഒരു മോൺസ്റ്റർ തന്നെയായിരിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കാർക്കിങ്ങിനെ കൊണ്ട് ഈ ഒരു എൻ്റയർ ഹ്യൂമൻ സിവിലൈസേഷനെ തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം അത്രത്തോളം പവർ നമ്മുടെ സ്കാർക്കിങ്ങിന് കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല. പക്ഷേ അതേസമയം അതിന് പകരം നമ്മുടെ ഈ ഒരു ടൈറ്റൻ ഷിമു എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്ററിനാണെങ്കിൽ നല്ല രീതിക്ക് പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോൺസ്റ്ററിന് എൻ്റയർ ഹ്യൂമൻ സിവിലൈസേഷനെ തന്നെ ഡേഞ്ചറിലാക്കാനായിട്ടുള്ളൊരു പവറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഐസിൻ്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു എർത്തിൽ ഐസേജ് വന്നിട്ടുള്ളതിൻ്റെ ആ ഒരു റീസൺ തന്നെ നമ്മുടെ ടൈറ്റൻ ഷിമു എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്റർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റൻ ഷിമുവിൻ്റെ ആ ഒരു ഫ്രീസിങ്ങിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ എന്ന് പറയുന്ന ആ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേ നമ്മൾ സ്കാർക്കിങ് ആണെങ്കിൽ ആ ഒരു സർഫേസിലേക്ക് വന്നതിന് ശേഷം റോർ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ്റെ അകത്ത് നമ്മൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ബീച്ച് പോലത്തുള്ള സ്ഥലത്താണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു തിരിയടിച്ച് വെള്ളം വരുന്ന ആ ഒരു സമയത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ നമ്മുടെ ടൈറ്റൻ ഷിമു എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇതായിരിക്കും അഥവാ ഒരു ഹിൻറ്റ് തന്നതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതായത് ഈ ഒരു മൂവിക്കകത്ത് നമ്മുടെ ടൈറ്റൻ ഷിമു വരും എന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള നമുക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയറിൻ്റെ റിലീസിനോടനുബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ആ ഒരു മോൺസ്റ്റേഴ്സിൻ്റെ ആ ഒരു മൂവിക്കകത്ത് വരുന്ന മോൺസ്റ്റേഴ്സിൻ്റെയൊക്കെ ടോയ്സ് ഇപ്പോൾ റിലീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഗോഡ്സില്ല, കോങ്, സ്കാർക്കിങ് ഒഴിച്ച് ഈ 3 മോൺസ്റ്റേഴ്സ് ഒഴിച്ച് നമുക്ക് മറ്റൊരു മോൺസ്റ്ററിൻ്റെ ഒരു ടോയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ടൈറ്റൻ ഷിമു എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്ററിന് സിമിലർ ആയിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് നമുക്ക് കാണുമ്പോൾ ആ ടോയ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു തല മുതൽ ആ ഒരു വാലിൻ്റെ അറ്റം വരെ ആ ഒരു മോൺസ്റ്ററിനെ ഈ സ്പൈസ് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു മോൺസ്റ്ററിൻ്റെ ആ ഒരു രൂപവും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഗോഡ്സില ആയിട്ട് സിമിലർ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ മൂവിയിൽ നിന്ന് നമുക്കൊരു ലീക്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്കകത്ത് നമുക്കൊരു മോൺസ്റ്ററിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ടൈറ്റൻ ഷിമു ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ടൈറ്റൻ ഷിമുവിൻ്റെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈറ്റൻ ഷിമുവിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗോഡ്സിലയുടെ കൂട്ടായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടർട്ടിലിൻ്റെ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എർത്തിൽ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോൺസ്റ്റർ നമ്മളെ ടൈറ്റൻ ഷിമു ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം ഈ ടൈറ്റൻ ഷിമുവിൻ്റെ ഒരു ഡിസെൻഡൻ്റ് ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗോഡ്സിലേക്കാണെങ്കിൽ ഈ അറ്റോമിക് ബർത്ത് എന്ന് പറയുന്ന ആ ഒരു പവറുള്ള കാര്യം നമുക്കറിയാം. അതേസമയം നമ്മുടെ ടൈറ്റൻ ഷിമുവിനാണെങ്കിൽ ആ ഒരു സിമിലർ ആയിട്ടുള്ള പവർ കാണാൻ ചാൻസ് ഉണ്ട്. അതായത് ഐസ് ബർത്ത് എന്ന് പറയുന്ന ആ ഒരു പവർ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൈറ്റൻ ഷിമു എന്ന് പറയുന്ന മോൺസ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മെയിനായിട്ട് നമ്മുടെ ഗോഡ്സിലെ അതുപോലെ തന്നെ ടൈറ്റൻ ഷിമു എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്ററിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒട്ടനവധി ഒരേ കാര്യങ്ങളായി ഒരേ ഷേപ്പിലും അതുപോലെ തന്നെ ഒരേ രൂപവും കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒട്ടനവധി സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ.
അതുപോലെ തന്നെ ആ ലീക്കായിട്ട് കിട്ടിയിട്ടുള്ള ടൈറ്റൻ ഷിമോൻ്റെ ആ ഒരു ഫോട്ടോയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കാർ കിങ്ങിനെ അവിടെ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി നമ്മുടെ സ്കാർ കിങ് നമ്മുടെ ഈ ടൈറ്റൻ ഷിമോ എന്ന് പറയുന്ന മോൺസ്റ്ററിൻ്റെ മണ്ടയിൽ ഇരുന്ന് ഇങ്ങനെ വരുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു കാര്യം കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സിലേനെയും കാട്ടി വലുതാവാനായിട്ടാണ് നമ്മുടെ ടൈറ്റൻ ഷിമോന് ചാൻസ് കൂടുതൽ. അതായത് ഗോഡ്സിലേനെയും കാട്ടി വലിയൊരു മോൺസ്റ്റർ തന്നെയായിരിക്കും നമ്മുടെ ടൈറ്റൻ ഷിമോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ വേഴ്സിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു മോൺസ്റ്ററായി മാറും നമ്മുടെ ടൈറ്റൻ ഷിമോ എന്ന ഈ മോൺസ്റ്റർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗോഡ്സിലേക്കും കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് നമ്മുടെ ഗോഡ്സിലെ പിങ്ക് കളറിലേക്ക് മാറിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഗോഡ്സിലയുടെ സ്പൈക്കും കാര്യങ്ങളൊക്കെ വളർന്നു, അതുപോലെ തന്നെ കൈയൊക്കെ വളർന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വന്നിട്ടുള്ള കാരണമോ റീസണോ അത് എന്തുകൊണ്ടാണ് പിങ്ക് കളറായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് മറക്കാതെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക, മറക്കാതെ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈറ്റൻ ഷിമോ എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം മറക്കാതെ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു മോൺസ്റ്റർ വേഴ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോൺസ്റ്റർ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കുക. അതായത് നിങ്ങളിപ്പോൾ ഗോഡ്സില്ല ഫാനാണെങ്കിൽ ഗോഡ്സില്ല ഫാൻ എന്ന് കമൻറ്റ് ചെയ്യുക, അതല്ല കോങ്ങിൻ്റെ ഫാനാണെങ്കിൽ കോങ് എന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ മറ്റേതെങ്കിലും മോൺസ്റ്ററിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏത് മോൺസ്റ്റർ ആയാലും മറക്കാതെ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.